നെക്സ്റ്റ് ഈസ് ട്രഡീഷണൽ ഗ്രാമർ. സോ ട്രഡീഷണൽ ഗ്രാമർ എന്ന് പറയുന്നത് 15th സെഞ്ച്വറി BC ഒറിജിനേറ്റ് ചെയ്തത് വിത്ത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ സ്റ്റഡീസ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലാറ്റിൻ ഗ്രാമറിനെ മോഡൽ ചെയ്ത് അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടായിരുന്നു ഇംഗ്ലീഷ് ഗ്രാമർ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ലാറ്റിൻ ഗ്രാമറിനെ ഒരു മോഡലായിട്ട് അല്ലെങ്കിൽ ഒരു ബേസ് ആയിട്ട് വെച്ചിട്ട് അതിനകത്ത് നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇത് ചെയ്തത്, നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ചെയ്തത്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിയൻസ് ആയിട്ടുള്ള ബെൻ ജോൺസൺ ഒക്കെ എന്ന് വെച്ചാൽ ലാറ്റിനിലും ഗ്രീക്ക് ലാംഗ്വേജസിലും വളരെ ട്രെയിൻഡ് ആയിരുന്നു. സോ അവരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ഗ്രാമറിയൻസ് എന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ഗ്രാമർ പഠിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ലാറ്റിൻ റൂൾസ് വെച്ചിട്ടാണ് അവർ ഇംഗ്ലീഷ് ഗ്രാമർ ക്രിയേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇതൊരു മിസ്റ്റേക്ക് ആയിരുന്നു, ബിക്കോസ് എവറി ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ സ്ട്രക്ചർ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലെസ് ഇൻഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു. അതായത് ഈ ഫോമിൽ വലിയ വ്യത്യാസം വരത്തില്ലായിരുന്നു. ലാറ്റിൻ ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിൽ ഓരോ വേർഡ് എൻഡ് ചെയ്യുമ്പോഴും, അതായത് ഓരോ വേർഡ് എൻഡ് ചെയ്യുന്നതിൽ ഡിഫറൻസ് അതിൻ്റെ മീനിങ്ങിൽ റിഫ്ലക്റ്റഡ് ആയിട്ട് വരും. ഇപ്പം നമുക്ക് സേ അല്ലെങ്കിൽ സെയ്സ് എന്ന് പറഞ്ഞാലും പറഞ്ഞു അല്ലെങ്കിൽ പറയുന്നു എന്നൊക്കെയുള്ളൊരു മീനിങ് അല്ലേ വരത്തുള്ളൂ. പക്ഷേ ലാറ്റിൻ ഗ്രാമറിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വാക്കിൻ്റെ അറ്റത്ത് നമ്മൾ എസ് അല്ലെങ്കിൽ ED അല്ലെങ്കിൽ ES ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മീനിങ്ങേ അങ്ങ് മാറിപ്പോവും. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയുള്ള ലാംഗ്വേജ് അല്ലായിരുന്നു. അതാണ് ലെസ് ഇൻഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ലാറ്റിൻ എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി ഇൻഫ്ലക്റ്റഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാമർ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായി പിന്നെ മാറി. അപ്പോൾ ലാറ്റിനിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗേള്, നമ്മുടെ ഇംഗ്ലീഷിലെ വേർഡ് ഗേള്, അത് തന്നെ ഗേൾസ് പ്ലൂറൽ ഫോമിലോട്ടാക്കുമ്പോൾ വലിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി പെൺകുട്ടികൾ അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ലാറ്റിൻ ഗ്രാമറിൽ അങ്ങനല്ല. ഈ ഗേളിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ലാറ്റിനിൽ ഇപ്പോൾ ഒരു വേർഡിൻ്റെ എൻഡിങ്ങിൽ എന്തെങ്കിലും ESO EDO ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഒരു എൻഡിങ്ങിൽ വ്യത്യാസം വരുവാണെന്നുണ്ടെങ്കിൽ മീനിങ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. സോ ലാറ്റിൻ ഗ്രാമറൊക്കെ എടുത്ത് നമ്മൾ ഇംഗ്ലീഷിൽ ലെസ് ഇൻഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടീസ് തന്നെയായിരിക്കും നാച്ചുറലി വരുന്നത്. അപ്പോൾ ട്രഡീഷണൽ ഗ്രാമറിൻ്റെ ഫാലസീസ് അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ തന്നെ ലാറ്റിനേറ്റ് ഫാലസി എന്നാണ് പറയുന്നത്. ലാറ്റിനേറ്റ് ഫാലസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിനെ ലാറ്റിൻ റൂൾസ് വെച്ച് ജഡ്ജ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ബിക്കോസ് പണ്ട് പറയുന്നത് വെച്ചാൽ ലാറ്റിൻ ഒരു പെർഫെക്റ്റ് ലാംഗ്വേജ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടായിരുന്നു ഇംഗ്ലീഷ് ഗ്രാമറിനകത്ത് ലാറ്റിൻ റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്തത്. അപ്പോൾ ട്രഡീഷണൽ ഗ്രാമറിയൻസ് വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സെൻറ്റൻസസ് എന്ന് പറയുന്നത് എന്താണ്, പ്രിപ്പോസിഷനിൽ എൻഡ് ചെയ്യരുത്, ബിക്കോസ് ലാറ്റിൻ ലാംഗ്വേജിലും പ്രിപ്പോസിഷനിലൊന്നും എൻഡ് ചെയ്യത്തില്ല. അങ്ങനെ വെച്ചിട്ടാണ് ഓരോന്നും നോക്കിയത്. അതായത് ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് ദ ടൂൾ ഐ വർക്ക് വിത്ത് എന്നുള്ളതിലാണ് എൻഡ് ചെയ്തത്, ആൻഡ് വിത്ത് ഇസ് എ പ്രിപ്പോസിഷൻ. ട്രഡീഷണൽ ഗ്രാമറിയൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയരുത് എന്നാണ്. ലാറ്റിൻ സ്റ്റൈലിൽ അങ്ങനെ നമ്മൾ പ്രിപ്പോസിഷനിൽ എൻഡ് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ പക്ഷേ എൻഡിങ് വിത്ത് എ പ്രിപ്പോസിഷൻ വളരെ നോർമലായിട്ടാണ് പറയുന്നത് നമ്മൾ, അല്ലേ? ഇനി നെക്സ്റ്റ് സെമാൻറ്റിക് ഫാലസി. സെമാൻറ്റിക് ഫാലസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈനിങ് ഗ്രാമർ പാർട്സ് ബൈ ദെയർ മീനിങ് ഇൻസ്റ്റെഡ് ഓഫ് ദെയർ ഫോം ഓർ ഫംഗ്ഷൻ. പക്ഷേ മീനിങ് ചേഞ്ച് ചെയ്യും ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ക്ലിയർ. ഫോർ എക്സാമ്പിൾ, നൗൺ എന്ന് വെച്ചാൽ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ് ആണ്. പക്ഷേ ലവ്, ഓണസ്റ്റി, ഹാപ്പിനെസ് എന്ന് പറയുന്നത് നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ് ആണോ? അല്ല. അതിനെയൊക്കെ നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്നാണ് വിളിക്കുന്നത്. വെർബ് എന്ന് പറയുന്ന ആക്ഷനെ കാണിക്കുന്ന വേർഡ്. പക്ഷേ ഡിസ്ട്രക്ഷൻ എന്നൊക്കെയുള്ള വേർഡുകളുണ്ടല്ലോ, അതെല്ലാം നൗണാണ് കാണിക്കുന്നത്. അത് ആക്ഷനെ കാണിക്കുവാണെന്നുണ്ടെങ്കിലും ആക്ഷനെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതൊക്കെ നൗണായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? വുഡ് യു പാസ് ദ സോൾട്ട്, അതൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് എൻഡ് ചെയ്യുന്നത്. അന്നും പറഞ്ഞാൽ അതിനൊരു ക്വസ്റ്റനിങ് സെൻറ്റൻസ് ആയിട്ട് നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആയിട്ടല്ല നമ്മൾ കാണുന്നത്, അതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സോ സെമാൻറ്റിക് ഫാലസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമറിനെ അതിൻ്റെ മീനിങ്ങുമായിട്ട് ഡിഫൈൻ ചെയ്യുന്നു, അല്ലാതെ അതിൻ്റെ ഫോമും ഫംഗ്ഷനുമായിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ വരുവാണ് ചെയ്യുന്നത്. അടുത്തതെന്ന് വെച്ചാൽ മിക്സിങ് അപ്പ് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ. ട്രഡീഷണൽ ഗ്രാമർ ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ മിക്സ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, മീനിങ്ങിനെ, ചില സമയത്ത് ഫംഗ്ഷനെ, ചില സമയത്ത് ഫോമിനെയൊക്കെ മിക്സ് ചെയ്ത് സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്. അത് കൺഫ്യൂഷനെ ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ബ്രിക്ക് ഹൗസ് എന്നുള്ള ഒരു വേർഡ്, അതിനകത്ത് ബ്രിക്ക് എന്നുള്ള വേർഡ് അഡ്ജക്റ്റീവ് ആവാം, ഹൗസിനെ ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നു, അല്ലെങ്കിൽ അതൊരു നൗണും ആവാം, നെയിം ഓഫ് എ തിങ്, അതായത് ബ്രിക്ക് ഹൗസ് എന്നുള്ളൊരു പേരുമായി മാറാം. ഒന്നെങ്കിൽ ആ ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന വീട് അല്ലെങ്കിൽ ബ്രിക്ക് ഹൗസ് എന്നുള്ളതൊരു പേരുമായി മാറാം, അല്ലേ? അപ്പോൾ അതാണ് മിക്സിങ് അപ്പ് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ. ചില സമയത്ത് മീനിങ്ങും ഫംഗ്ഷനും ഫോമും എല്ലാം ഒരുപോലെ ഇരിക്കും, നമുക്കത് കൺഫ്യൂഷനായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ അഡ്ജക്റ്റീവായിട്ടാണോ ഈ ബ്രിക്ക് ഹൗസിലെ ബ്രിക്ക് നിൽക്കുന്നത്, അതോ നൗണായിട്ടാണോ നിൽക്കുന്നത്, നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ടായി മാറും. ഓക്കെ, അടുത്തത് നോർമേറ്റീവ് ഫാലസിയാണ്. നോർമേറ്റീവ് ഫാലസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിങ് ടൂ മച്ച് ഓൺ റൂൾസ് അല്ലെങ്കിൽ കറക്റ്റ്നെസ്.
ട്രഡീഷണൽ ഗ്രാമറിയൻസ് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ റൂൾസിലും ഈ ഒരു കറക്റ്റ്നെസ്സിലുമായിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്റ്റീവ് ഫാലസിയാണ്. അപ്പോൾ ഈ ട്രഡീഷണൽ ഗ്രാമറിയൻസിൻ്റെ അല്ലെങ്കിൽ ട്രഡീഷണൽ ഗ്രാമറിൻ്റെ ഒരു ഫാലസി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പ്രിസ്ക്രിപ്റ്റീവ് ഫാലസി. ഇവർ ഈ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ ഹൗ ദേ ഷുഡ് സ്പീക്ക് ഓർ റൈറ്റ് എ ലാംഗ്വേജ്, അതാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് ആക്ച്വലി നമ്മളൊരു ലാംഗ്വേജിനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറിന് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തതും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലോജിക്കൽ ഫാലസിയാണ്. ട്രഡീഷണൽ ഗ്രാമറിയൻസ് ബിലീവ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ യൂണിവേഴ്സൽ ഗ്രാമർ റൂൾസ് ദാറ്റ് അപ്ലൈ ടു ഓൾ ലാംഗ്വേജസ്. അതായത് ഗ്രാമറിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണെന്നും ആ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഗ്രാമർ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ ലാംഗ്വേജസിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ എവരി ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള സിസ്റ്റമും റൂൾസും ഉണ്ടെന്നുള്ളത് അവർ വിലക്കെടുത്തില്ല. ഓക്കെ, അതായത് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നൗൺസിന് മുന്നെയാണ് അഡ്ജക്റ്റീവ്സ് വരുന്നത്. നമ്മൾ റെഡ് കാർ എന്നേ പറയൂ, കാർ റെഡ് എന്ന് നമ്മൾ പറയാറില്ല. ഫ്രഞ്ചിലാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നൗണിന് ശേഷമാണ് അഡ്ജക്റ്റീവ്സ് വരുന്നത്. സോ ഒരു റൂള് എല്ലാ ലാംഗ്വേജസിനും ഫിറ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് വൺ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോക്കൺ ഫോമിനെ ഇവർ നെഗ്ലക്റ്റ് ചെയ്തു. നെഗ്ലക്റ്റ് ഓഫ് ദി സ്പോക്കൺ ഫോം. ട്രഡീഷണൽ ഗ്രാമറിയൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് റിട്ടൺ ഇംഗ്ലീഷിനാണ്, അല്ലാതെ സ്പോക്കൺ ഇംഗ്ലീഷിനെ അവർ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. അതായത് അവർ വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ റിട്ടൺ ലാംഗ്വേജ് ആണ് പുവർ എന്നും സ്പീച്ച് എന്ന് പറയുന്നത് കറപ്റ്റ് ആണെന്നുമാണ് അവർ ബിലീവ് ചെയ്തിരുന്നത്. പക്ഷേ സ്പീച്ചാണ് റിയൽ ലിവിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് എന്ന് വെച്ചാൽ സ്പീച്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫോം മാത്രമാണ്. ഓക്കെ, ഇനി ലാംഗ്വേജ് വേരിയേഷൻസിനെ ഇവർ ഇഗ്നോർ ചെയ്തു. ട്രഡീഷണൽ ഗ്രാമറിയൻസ് ഓൺലി റെസ്പെക്റ്റഡ് ദി ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചർ. അതായത് ഡ്രൈഡൻ്റെയോ ഗോൾഡ് സ്മിത്തിൻ്റെയോ അങ്ങനെയുള്ള റൈറ്റേഴ്സിൻ്റെ ലാംഗ്വേജിനെ മാത്രമാണ് ഇവർ റെസ്പെക്റ്റ് ചെയ്തിരുന്നത്. അവർ ഈ ആവശ്യമില്ലാത്ത ഡയലക്റ്റുകൾ സ്ലാങ്ങുകളെ എല്ലാം റിജക്റ്റ് ചെയ്തു, ബാഡ് ഇംഗ്ലീഷ് എന്നും പറഞ്ഞ്. പക്ഷേ ഓരോ ഡയലക്റ്റിനും ഓരോ ആക്സൻറ്റിനും ഒരു വാലിഡിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടെന്നും ഇവർ ബിലീവ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ എനിക്ക് കാർ ഉണ്ടെന്ന് പറയുമ്പോൾ ഐ ഹാവ് ഗോട്ട് എ കാർ എന്ന് പറയും. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഐ ഹാവ് എ കാർ എന്ന് പറയും. രണ്ടും എന്താണ്, അവരവരുടെ റീജിയൺ വൈസ് നോക്കുമ്പോൾ കറക്റ്റാണ് അല്ലേ. അല്ലാതെ അമേരിക്കൻ ഇംഗ്ലീഷ് ബാഡ് ആണെന്നോ അല്ലെങ്കിൽ അവരുടെ ഡയലക്റ്റും സ്ലാങ്ങും ഒക്കെ അല്ലെങ്കിൽ ആക്സൻറ്റും ഒക്കെ ബാഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ ഇസ് ഹിസ്റ്റോറിക്കൽ ഫാലസി. ഹിസ്റ്റോറിക്കൽ ഫാലസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ഇംഗ്ലീഷിനെ നമ്മൾ ഓൾഡ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷ് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രഡീഷണലിസ്റ്റ് ബിലീവ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഇംഗ്ലീഷ് ആയിരുന്നു പ്യുവർ എന്നും അതൊരിക്കലും ചേഞ്ച് ചെയ്യരുതെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് സ്റ്റാറ്റിക്, ഇറ്റ് ഇസ് ഇവോൾവിങ്. അത് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഓൾഡ് ഇംഗ്ലീഷിൽ നമ്മൾ ദൗ ആർട്ട് കൈൻഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദൗ എന്ന് വെച്ചാൽ യു ആർ കൈൻഡ്, ദൗ ആർട്ട് കൈൻഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മോഡേൺ ഇംഗ്ലീഷിൽ വന്നപ്പോൾ യു ആർ കൈൻഡ് എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ഇംഗ്ലീഷ് ബാഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഒരിക്കലും ഒരു പാസ്റ്റ് ലാംഗ്വേജിനെ അല്ലെങ്കിൽ ലാംഗ്വേജിനെ അതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള ഫോം വെച്ചിട്ട് ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ലാംഗ്വേജ് ചേഞ്ച് നാച്ചുറൽ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിക്കലും പാസ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ പാസ്റ്റ് യൂസേജ് ഓഫ് ഇംഗ്ലീഷാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ലാറ്റിനേറ്റ് ഫാലസി എന്ന് വെച്ചാൽ എന്താ, ലാറ്റിൻ റൂൾസ് വെച്ചിട്ട് ഇംഗ്ലീഷിനെ ജഡ്ജ് ചെയ്യുന്നു. പിന്നെ സെമാൻറ്റിക് ഫാലസി എന്ന് വെച്ചാൽ മീനിങ്ങിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഫോമിനല്ല. മിക്സിംഗ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ എന്താ, ബോത്ത് മീനിങ്ങും ഫംഗ്ഷനും നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതായത് ബ്രിക്ക് ഹൗസ് നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നില്ല. നോർമേറ്റീവ് ഫാലസി എന്ന് വെച്ചാൽ റൂൾസിന് മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ആക്ച്വൽ യൂസേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെയാണ് പ്രിസ്ക്രിപ്റ്റീവ് ഫാലസിയും. പ്രിസ്ക്രിപ്റ്റീവ് ഫാലസി അല്ലെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ് അതിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ലോജിക്കൽ ഫാലസി എന്ന് വെച്ചാൽ എല്ലാ ലാംഗ്വേജസിനും സെയിം റൂളും അല്ലെങ്കിൽ സെയിം ഗ്രാമർ റൂൾസ് ആണെന്നുള്ളത് ബിലീവ് ചെയ്യുന്നത്. നെഗ്ലക്റ്റ് ഓഫ് സ്പോക്കൺ ഫോം, ഇഗ്നോറിങ് സ്പീച്ച് ഇഗ്നോർ ചെയ്തിട്ട് ഇമ്പോർട്ടൻസ് റൈറ്റിങ്ങിന് മാത്രം കൊടുക്കുന്നത്. ഇനി ഇഗ്നോറിങ് വേരിയേഷൻസ്, ഡയലക്റ്റും റീജിയണൽ ഫോംസ് ഓഫ് ലാംഗ്വേജിനെ ഇഗ്നോർ ചെയ്യുന്നു. ഇനി ലാസ്റ്റ് വൺ ഇസ് ഹിസ്റ്റോറിക്കൽ ഫാലസി, ഓൾഡ് ഇംഗ്ലീഷിന് മാത്രമാണ് നല്ലതെന്നുള്ളതും പിന്നെ പറയുന്നു. മോഡേൺ ഇംഗ്ലീഷിനെ റിജക്റ്റ് ചെയ്യുന്നു. സോ ഇത്രയാണ് ട്രഡീഷണൽ ഗ്രാമറിൻ്റെ എന്തെന്ന് പറയുന്നത് ഫാലസീസ് അല്ലെങ്കിൽ ഫ്ലോ എന്ന് പറയുന്നത്, FLAWS ഫ്ലോസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. 15 മാർക്സിന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലാതെ 4 മാർക്സ് ആയിട്ടും ഒക്കെ ചോദിക്കാം കേട്ടോ.